ഹലോ ഗൈസ്, ഞാൻ വൈകുന്നേരത്ത് ലൈവ് വരാമെന്ന് വിചാരിച്ച പിന്നെ ഓർത്തു ഇല്ല. ഈ ഒരു വിഷയം ഞാൻ രാവിലെ തന്നെ ഇത് വന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് വിട്ടുപോയൊരു സാധനം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും ഒരു ലൈവുമായി വന്നിട്ടുള്ളത്. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ ഇതിനകത്തുള്ള സൈബർ ഇടങ്ങളിലുള്ള മാഫിയയെ പറ്റി തന്നെയാണ്. സൈബർ മാഫിയ തന്നെയാണ് ഇന്നത്തെ ഈ സബ്ജക്റ്റ്. അപ്പോൾ ഇത് കുറച്ച് സിവിയർ ആണ് കേട്ടോ. ഇത് ഒന്നും രണ്ടും അല്ല, കുറച്ചധികം വിഷയങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വീണ്ടും ഈ ഒരു പോക്സോ കേസിൻ്റെ ബഹൈൻഡായിരുന്നു. അപ്പോൾ ഈ ശരിക്കുള്ള യാഥാർത്ഥ്യമായിട്ടുള്ളൊരു വിവരം ഇതുവരെ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. പക്ഷേ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒന്നാമത് പോക്സോ കേസാണ്. നമുക്കത് അതിൻ്റെ വിക്ടിംസിനെ പറയാനൊക്കത്തില്ല. അവരുടെ പേരോ ആ നമ്പറുകളോ ഒന്നും എനിക്ക് റിവീൽ ചെയ്യാനൊക്കത്തില്ല. പക്ഷെ എൻ്റെ വക്കീലിനെ വിളിച്ചാൽ വക്കീലിൻ്റെ കയ്യിൽ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടല്ല. അപ്പോൾ അവിടെ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കേസ് വന്നിട്ടുള്ളത്. അതിനകത്ത് മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഇല്ല, അദ്ദേഹമില്ല. പക്ഷേ സായി എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമല്ല, പലയിടങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോക്സോ കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ പിറകിൽ നിൽക്കുന്നത്. ഇതൊന്നുമായിരുന്നില്ല, അങ്ങനത്തെ യാതൊരു വിഷയവുമല്ല. ഇത് വാസ്തവത്തിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാരുടെ ഗെയിം പ്ലേ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുനിത ദേവദാസ് ഈ ഒരു വിഷയത്തിന് ഭയങ്കരമായിട്ട് ഇതിന് തന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് ഇത് തന്നെ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു, സിനാരിയോ ഉണ്ടായിരുന്നു. എന്താണ് കണ്ടിന്യൂസ്ലി സുനിത ദേവദാസ് ഇതിൻ്റെ ബിഹൈൻഡ് പോകുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പം അവർ സാധാരണ ഞാനും അങ്ങനെ തന്നെയാണ്, ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ടോപ്പിക്ക് പറയുക, 1-2 വീഡിയോ കണ്ടിന്യൂഷൻ ഉണ്ടാകും, ദെൻ ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ്. ബിക്കോസ് അത് പിന്നെ നമ്മളിത് ശ്രദ്ധ കൊണ്ട് കൊടുക്കുകയാണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ നിയമ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അധികാരികളിലേക്ക് ഇത് ശ്രദ്ധ കൊടുക്കും. അതിനുശേഷം നമ്മൾ പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ. അപ്പോൾ പൊതുജന ശ്രദ്ധ നേടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു ആക്ഷൻ ഉണ്ടാകും. അധികാര വർഗ്ഗങ്ങൾ അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കും. അത് തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ പൊതുസമൂഹത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ശബ്ദമായി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ പറയുന്നു എന്നതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇത്. പക്ഷേ ഇതിൽ നിന്ന് മാറി പുള്ളിക്കാരത്തി കണ്ടിന്യൂസ്ലി ഇത് തന്നെ തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. ആൻഡ് ദെൻ ഒന്നാമത്തെ കാര്യം, നമ്മൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് തന്നെ സിദ്ധാന്തം എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും ഉണ്ട്. എൻ്റെ പാർട്ടിക്കാർ, അതായത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പോൾ എൻ്റെ പാർട്ടിയിൽ പോലും എനിക്കൊരു വിരുദ്ധാഭിപ്രായം വന്നപ്പോൾ സമയത്ത് തന്നെ സുനിത ദേവദാസ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് കറക്റ്റ് എന്ന ഒരു ടേമായിരുന്നു ഉള്ളത്. അപ്പോൾ ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ചൂസ് ചെയ്ത് ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയും ടാർഗറ്റായി ഒരു മനുഷ്യനെ നശിപ്പിക്കാനുള്ള ശ്രമവുമാണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്നാണ് എൻ്റെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ഓഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ബിക്കോസ് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഞാൻ എടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. ഈ പറയുന്ന ആ ഒരു ഇതിൻ്റെ പേര് സൈന സൗത്ത് പ്ലസിനെ ഞാനാണ് ഏർപ്പാട് ചെയ്തതെന്ന് സായി അവകാശപ്പെടുകയാണ്. ഞാൻ ഏർപ്പാട് ചെയ്തു, അവരവിടെ പോയി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത ശേഷം ക്യാമറ ഓഫ് ചെയ്ത ശേഷം, ക്യാമറയുടെ ഫ്രണ്ടിൽ മുതുകാട് സാർ ഒന്നും പറയാറില്ല അത്രേ, മുതുകാട് സാറ് പറയാൻ വേണ്ടിയിട്ട് അത് ഓഫ് ചെയ്തു. എന്നിട്ട് മുതുകാടിനെ കൊണ്ട് ഇത് പറയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഫ് ചെയ്ത ഉടനെ മുതുകാട് പറഞ്ഞു, അടുത്ത പുള്ളിയുടെ ഒരു ഇത്, എനിക്ക് 3 പേരെ കൊട്ടണം എന്ന് വെച്ചാൽ തീർക്കണം, അതിന് ഞാൻ വെയിറ്റ് ചെയ്യും, സമയം കിട്ടുമ്പോൾ ഞാൻ അവരെ തീർക്കും എന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ് ഇന്നലത്തെ ഞാൻ വോയിസ് നിങ്ങൾ കൃത്യമായി കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പറഞ്ഞ സാധനങ്ങളിൽ കൃത്യമായി അയാൾ പറയുന്നത് ഈ 3 പേരെ കൊന്നുകളയണം. ഈ കൊന്നുകളയും എന്ന് മുതുകാട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് തങ്ങളുടെ സെൽഫ് പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നും ലോറി കയറ്റി എൻ്റെ വണ്ടി തീർക്കുമെന്നും എനിക്ക് മലപ്പുറം വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നും ഭീകരമായ ഒരു സാധനം എന്നോട് പറയുകയാണ്. തള്ളാണെങ്കിൽ തള്ളെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒഴിവാക്കാം. ഇത് തള്ളല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനൽ ഇതുവരെ അനങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അവരോട് വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പൊതുസമൂഹത്തിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് അതിൻ്റെ ഉത്തരം വേണ്ടതുണ്ട്. നിങ്ങൾ വായ തുറക്കാതിരുന്നാൽ നിങ്ങളത് യെസ് എന്ന് പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആരോ ഒരാൾ സായിക്ക് ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൊത്തമാണെന്ന് ഞാനും പറയുന്നില്ല, അത് അയാളും പറഞ്ഞതായിട്ട് ഞാനും പറയുന്നില്ല. ഇത് മുഴുവൻ പറയുന്നത് സായി കൃഷ്ണയാണ്.
സീക്രട്ട് ഏജന്റ് എന്ന ചാനലിൽക്കാരനാണ് എന്നോടിത് പറയുന്നത്. ഈ പറയുന്ന സൈന സൗത്ത് പ്ലസ്സിൽ ഉള്ള അവർ അവിടെ പോയി ആവശ്യമുള്ള ക്ലിപ്പിംഗ്സ് എടുത്തിട്ടുണ്ട്. ഈ ക്ലിപ്പിംഗ്സ് അയാൾക്ക് വേണ്ടി മാത്രം സ്പെയർ ചെയ്തു, വേറെ എങ്ങും അവർ കാണിച്ചിട്ടില്ല. അയാൾക്ക് വേണ്ടി മാത്രം മുതുകാട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് രഹസ്യമായി പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ആളാണ് അത് ചെയ്തിട്ടുള്ളത്? ഒന്നുകിൽ നിങ്ങളത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ട്രൂപ്പ് മൊത്തം ചെയ്തിട്ടുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ ഒരു സ്പൈ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളത് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊതുസമൂഹമാണ് ഇത് മനസ്സിലാക്കാൻ. ഇത് ഇഗ്നോർ ചെയ്തത് കൊണ്ട് മാത്രമാണ് റിപ്പീറ്റഡ്ലി എനിക്ക് മറ്റൊരു വിഷയവും കൂടെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വന്നത്. ഒന്നുകിൽ ആരാണ് അത് കൊടുത്തതെന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങളത് പറയണം. നിങ്ങളൊരു യൂട്യൂബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, അതൊരു ടീം വർക്കാണ്, ഒരാളുടേത് മാത്രമല്ല, ഒരു ടീം വർക്കാണ്. നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് എന്നതിനുപരി നിങ്ങൾ ഒരു യൂട്യൂബിൽ അത്യാവശ്യം ആളുകൾ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ചാനൽ തന്നെയാണ്, ഒരു ചാനലാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ചെറിയ ഒരാൾ തനിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ നിർബന്ധിതരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ആൻസർ പറയണം. നിങ്ങൾ അതിന് ആൻസർ പറയുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഈ പറയുന്ന സായിക്ക് വേണ്ടിയിട്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ മുതുകാടിനെതിരെ കേസെടുക്കണം. കാരണം മുതുകാട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെന്നാണ് സായി പറയുന്നത്. ആ സായി പറഞ്ഞത് നിങ്ങളാണ് ആ വിഷയം അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് അധികാരികളിൽ അറിയിച്ചില്ല? എന്തുകൊണ്ട് അത് ഒളിച്ചു വെച്ചു? ഇനി നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അധികാരികൾ അത് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എടുത്ത് മുതുകാട് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം. കാരണം അയാൾ 3 പേരെ കൊന്നുകളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വോയിസും വീഡിയോയും ഉള്ളെടുത്ത് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. തീർച്ചയായിട്ടും മുതുകാടിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ എതിർക്കും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫും ഇങ്ങനെ ഒരു വിഷയത്തിൽ റിസ്കി തന്നെയാണ്. അപ്പോൾ എനിക്കും ഭയമുണ്ട്, എന്നെയും മുതുകാട് കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ അന്യായമായ ഒരു മനുഷ്യനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കാനും ആക്രമിക്കാനും ശ്രമിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു വോയിസ് ആണ്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? 2 പോക്സോ കേസിന് പിന്നാലെ മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതിവിരുദ്ധ പീഡനവും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് CC ആണ്. നമ്മൾ CI വിളിച്ചപ്പോഴും CI പറഞ്ഞു ഞാൻ പുതിയ ആളാ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ വന്നതിന് ശേഷം ഒരു CC വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടെ 2 പോക്സോ കേസിന് പിന്നാലെ മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതിവിരുദ്ധ പീഡനവും ഒരു പോക്സോ. മുതുകാടിന്റെ 2023 മുതുകാടിന്റെ കേസാണ്. ആ സ്ഥാപനത്തിന്റെ എന്ന് പറയുന്നില്ല, മറ്റൊന്നും പറയുന്നില്ല. ആ മനുഷ്യനെതിരെ പോക്സോ കേസ് ഉണ്ടെന്നാണ് സായി പറയുന്നത്. ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ കേട്ടുള്ള. 2 പോക്സോ കേസിന് പിന്നാലെ മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതിവിരുദ്ധ പീഡനവും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് CC ആണ്. നമ്മൾ CI വിളിച്ചപ്പോഴും CI പറഞ്ഞു ഞാൻ പുതിയ ആളാ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ വന്നതിന് ശേഷം ഒരു CC വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ സ്റ്റിപ്പായി. പിന്നെ നമ്മൾ SHO വിളിച്ച സമയത്ത് SHO ഒഴിഞ്ഞു മാറി. അത് രണ്ടും ആയപ്പോ പിന്നെ നമുക്ക് ഭയങ്കര ഡൗട്ട്. ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരാളെ നേരിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അതാ നോക്കണേ, കാരണം ഇയാൾ മിണ്ടാതിരിക്കുന്നത് ഈ കേസ് പുറത്ത് വരാതിരിക്കാനാ. 2 പോക്സോ. ഞാൻ ഈ കാര്യം കേട്ട ഉടനെ തന്നെ ഞാൻ വിശ്വസിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സായി എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും ആക്സെപ്റ്റൻസ് ഉള്ള ഒരു യൂട്യൂബറാണ്. കൃത്യമായ എവിഡൻസുകൾ വെച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്, അല്ലേ? അയാൾക്ക് വലിയൊരു കൂട്ടായ്മയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ കിക്ക് എന്ന് പറയുന്ന വലിയ സംഘടനയുടെ കൊണാണ്ടറാണ്. അപ്പോൾ പുള്ളി എന്തായാലും ഇത് ഒരിതുമില്ലാതെ, പ്രത്യേകിച്ച് പോക്സോ കേസ് എന്ന് പറയുന്നത് സിവിയർ ആയ ഒരു സാധനമാണ്. അങ്ങനെ ഒരു സാധനം ഇയാളുടെ പേർക്ക് ഉണ്ട് എന്ന് എന്നോട് പറയുകയാണ്. ഞാൻ ഈ ഒരു സാധനം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇത് കേട്ടിട്ടാണ് ഒരു ഇൻഫ്ലുവൻസറായ ഇയാൾ എന്നോട് കൂടെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം. ഞാനിത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. ഞാനും പറഞ്ഞു കേസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ്, ഇൻഫോർമേഷൻ ഇതാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ, അതായത് ഈ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ഒരു കുട്ടി, ഈ ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടി തന്നെ മറ്റ് 2 കുട്ടികളെ ഉപദ്രവിച്ചതാണ് ഈ 2 കേസ്. ഒരേ കുട്ടിയുടെ പേർക്ക് തന്നെയാണ് ഈ 2 കേസും ഉള്ളത്. സ്ഥാപനമാണ്
വാദിയായിട്ടുള്ളത്. സ്ഥാപനമാണ് ഈ കേസ് നിയമ വശങ്ങൾ, അതായത് അവരോട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പം സ്ഥാപനം കൊടുത്ത കേസാണ് എന്ന് വെച്ചാൽ മുതുകാട് സാറിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനം കൊടുത്ത കേസിനെ മുതുകാട് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇത് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. ഇന്നത്തെ ഒരു ഇതിൽ ഞാനത് പറയുമെന്നാ പറയാം. ഞാൻ നിങ്ങളുടെ കമൻറ്റ് പിന്നെ പറയാം. ശരിയാണ്, സീക്രട്ട് ഏജന്റ് തള്ളൽ വീജനായിരിക്കാം. പക്ഷേ ഇത് അനാവശ്യമായി, ഒന്നാമത് ഞാൻ അയാളുടെ ഓപ്പോസിഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് എന്നെയും കൂടെ പ്രശ്നത്തിലാക്കുന്ന ഒരു കാര്യമല്ലേ. ഈ ഒരു വാക്ക് കേട്ടിട്ട് ഞാനിത് അന്വേഷിക്കാതെ ഈ ശരിയാണ് മുതുകാട് പോക്സോ ക്രിമിനൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകാടിന് എനിക്കെതിരെ കേസ് കൊടുക്കാം. എന്നെ കേസിൽ പെടുത്താൻ ഇത് ചെയ്തു എന്ന് വേണമെങ്കിൽ എനിക്ക് വിശ്വസിക്കാം. പക്ഷെ അതല്ല, വേറൊരു വോയിസും കൂടെ ഉണ്ട്. അതാണ് ഇതിനകത്തുള്ള അയണി തിങ്. അതാണ് ശരിക്ക് പറഞ്ഞാൽ ഇയാളൊരു കള്ളനാണെന്നും ഇവന്മാര് സുനിത ദേവദാസ് ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്നും എനിക്ക് ബോധ്യപ്പെട്ടത്. വോയിസ് 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. 1-2 അപ്പൊ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടില്ലേ? 1.5-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഷിഹാബിനെ കൊണ്ടുവന്ന് വാർത്താ സമ്മേളനത്തിൽ അവരിരുത്തിയത്. 2 മാസത്തെ പ്രിപ്പറേഷൻ. ആ 2 months പ്രിപ്പറേഷൻ സുനിത ദേവദാസിന് അറിയാമെന്നാണ് സീക്രട്ട് പറയുന്നത്. അത് സുനിത പറയട്ടെ, ഞാൻ സുനിതയെ സംശയിക്കാൻ തയ്യാറല്ല. പോട്ടെ, സുനിത തന്നെ അതിന് ആൻസർ പറയും. സുനിത ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, സുനിത കൊണ്ടുവന്ന ആ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇത് ആർട്ടിക്കുലേറ്റഡ് ആണ്. നിർബന്ധമായും ഇത് ഇവരുണ്ടാക്കിയെടുത്ത ഒരു സ്റ്റോറിയാണ്. സത്യത്തിൽ ആ മാതാപിതാക്കൾ എന്തെങ്കിലും രീതിയിൽ മോശമായി അവഹേളനം നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ കൂട്ടായ്മയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജെന്യുവിനിറ്റി 0 ആണ്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? 0. അതായത് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ സുനിത ദേവദാസും സീക്രട്ട് ഏജന്റും ചേർന്ന് നടത്തിയ ഡ്രാമയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കണ്ട ഈ സൈബർ ആക്രമണം അത്രയും മുതുകാട് എന്ന വ്യക്തിക്ക് എതിരെയുള്ളത്. അതിന് ചുക്കാൻ പിടിച്ചത് മുതുകാടിന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആളും അയാളുടെ മകനും അയാൾക്കും കിട്ടാത്ത അക്സെപ്റ്റൻസ് ശിഷ്യനായ ഇദ്ദേഹത്തിന് കിട്ടുന്നതിലുള്ള അസൂയയും ഈ പറയുന്ന ഒഫീഷ്യലായിട്ടുള്ള ജലസ് ഒന്നുകൊണ്ട് മാത്രം ഒരു വ്യക്തിയെ അടിച്ചമർത്തുന്ന കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നിൽക്കുന്നത്. ഇത് എനിക്കുള്ള ട്രാപ്പാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനകത്ത് മെനക്കെട്ടത്. ഞാൻ നാളെ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷൻ, അത് കഴക്കൂട്ട പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് അന്വേഷിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാനാകത്തില്ല. പക്ഷെ ഏത് ഓഫീസറാണെന്നും എന്താണ് ഇതിനകത്ത് നടന്നതെന്നും ഒന്നുകൂടെ കൃത്യമായി ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ റിപ്പീറ്റഡ്ലി പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾക്ക് നേരിട്ട സെക്ഷൽ അബ്യൂസ് അവിടെയുള്ള മറ്റൊരു കുട്ടി തന്നെയായിരുന്നു അത് ചെയ്തത്. ആ കുട്ടിക്ക് വാറണ്ട് ഉണ്ടായിരുന്നു, അത് ജാമ്യം എടുത്തിട്ടുണ്ട്, കേസ് കോടതിയിലാണ്. ഇത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ ഇൻഡെപ്തിൽ ഇതെടുത്ത് വെക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇതൊരു സീരിയസ് ഇതായതുകൊണ്ട് മാത്രം. അപ്പം ഞാൻ അവിടേക്ക് പോയി അത് അന്വേഷിക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും മുതുകാടിൻ്റെ ഈ ഒരു ഫോമിലേക്ക്, അതായത് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഞാൻ ഇതുവരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇവർ ഇനി മറ്റൊരു നരേഷൻ കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ച് നിൽക്കുന്നത്. എനിക്ക് അതിനകത്ത് ഇനി അവർ മറ്റൊന്ന് പറഞ്ഞുണ്ടാക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഏത് പോലീസ് അധികാരി എന്നെ വിളിച്ചാലും ഞാൻ എൻ്റെ ഫോൺ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. യു ക്യാൻ ചെക്ക് മൈ ഫോൺ. 1 hour 15 minutes ഇവൻ എന്നോട് സംസാരിച്ചതിൽ ഒരു 100 പ്രാവശ്യം ആവർത്തിച്ച് മുതുകാട് വിഷയം തന്നെ പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് അയാളുടെ ചാനൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് അയാൾ പറയുന്ന ഈ വിഷയങ്ങൾ
നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൂട്ടത്തോടെ ശ്രമിച്ച ഈ വൃത്തികെട്ട ശ്രമം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശമേ എനിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും സുനിത ദേവദാസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്നാണ് സായി പറയുന്നത്. ഒന്നുകിൽ സുനിത ദേവദാസ്, മറ്റേ അവരുടെ പേര് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല, അതൊരു വല്ലാത്ത പേര്, സൈന സൗത്ത്, ആ പേരൊന്നും എടുത്തോട്ടെ, സൈന സൗത്ത് അങ്ങനെ എന്താണ് ആ ഒരു ഇതിൻ്റെ പേര് ഒന്ന് എടുത്തോട്ടെ, സൈന സൗത്ത് പ്ലസ്. ഈ 2 ചാനലിനെ പറ്റിയും ഇവർ ചേർന്ന് നടത്തിയ ഒരു ഐഡിയ ആണെന്ന് വ്യക്തമായി സായി കൃഷ്ണ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇത്രയും ദിവസം അതിനകത്ത് കമന്റ് ഇടാനും ബഹളം വയ്ക്കും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് കമന്റ് തൊഴിലാളികളുണ്ട്, ഇയാൾ ഭയങ്കര, ഞാൻ പറയുന്നുണ്ട് ഇവർക്ക് നമ്മുടെ പാർട്ടി തലങ്ങളിൽ നിന്ന് സപ്പോർട്ടുണ്ട്, പാർട്ടിക്കാരെ ഭയക്കണം, അവർ കൊന്നുകളയും എന്ന് ഞാനും പറയുന്നുണ്ട്, ഇവൻ പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. കോടികളുടെ പ്രശ്നമാണ് എന്ന് സായി പറയുന്നത്. എന്ത് കോടി? തൻ്റെ ജോലി കോടി നോക്കലാണോടോ? തൻ്റെ ജോലി എന്താണ്? താൻ ഇത് വലിയ ജോലിയാണ്, അരിയാഹാരമാണ് കഴിക്കുന്നത്, അരിക്കുള്ള വകുപ്പാണെന്ന് താൻ പറയുമ്പോൾ താൻ കള്ളനെന്ന് എനിക്ക് എവിടെ മനസ്സിലായി എന്നറിയാം. ബഷീർ ബഷി വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് താൻ വളച്ചൊടിച്ച് ബഷീർ ബഷിയോട് എനിക്ക് അസൂയാണെന്ന് താൻ പറയുന്നിടത്ത് തൊട്ട് ഞാൻ നിന്റെ പിറകെ ഉണ്ടായിരുന്നു. ബഷീർ ബഷി വന്ന് അവിടെ കമന്റ് ഇട്ടപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി ബഷീർ ബഷിയാണ് തന്നെ കൊണ്ട് ആ വീഡിയോ ചെയ്യിച്ചതെന്ന്. താൻ ജയിക്കാൻ വേണ്ടി അവരെ ഞാൻ എരുമകളെന്ന് വിളിച്ചപ്പോൾ താൻ എന്നെ കഴുത എന്ന് വിളിച്ചു. അതിനെ എടുത്തു വെച്ച് ഞാൻ തിരിച്ച് തനിക്ക് മറുപടി തന്നപ്പോൾ താൻ അതിൻ്റെ അവിടെ ഞാൻ ഇസ്ലാമിക വർഗത്തിനെ മൊത്തം അധിക്ഷേപിക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോയും കൊണ്ടുവച്ച് താൻ ചെയ്തത് 153A അടിച്ചു തരാൻ തക്കവണ്ണമുള്ള ഒരു കലാപാഹ്വാനമാണ്, ഒരു ഇൻഫ്ലുവൻസർ ചെയ്ത കലാപാഹ്വാനമാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നീ ഒരു വലിയ സ്കാമാണ്, വലിയ ഒരു മാഫിയ തലവനാണ് നീ എന്നുള്ളത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു. പിന്നീട് ഞാൻ നേരിട്ടത് മുഴുക്ക സൈബർ ആക്രമണങ്ങളാണ്. കാലം എത്രയായി, വർഷങ്ങളായി നീ പിന്തുടർന്ന് എന്നെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് ടിക് ഫോർ ടാക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് തിരിച്ച് നിനക്ക് മറുപടി തരാൻ സാധിച്ചത് ജിനു എൻ്റെ ഒപ്പം വന്ന് ചേർന്നപ്പോഴാണ്. ജിനു വന്നതുകൊണ്ട് നിനക്ക് മറുപടി കിട്ടി. ജിനു നിന്നെ അനുസരിക്കാത്തത് കൊണ്ട് ജിനുവിനെ അനുസരിപ്പിക്കാൻ വേണ്ടി നീ എന്നെ വിളിച്ചു. നിന്റെ കയ്യിൽ നിന്നുള്ളത് എനിക്ക് കൃത്യമായി കിട്ടി. നീ ഒരു മാഫിയ കിങ്ങാണ്. ഈ കിക്ക് എന്ന സംഘടന നീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ മറ്റു മനുഷ്യരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള മാർഗം തന്നെയാണ് നീ ഉദ്ദേശിച്ചത്. ഫാസിൽ ബഷീർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ മുതുകാടിനെ പേടിപ്പിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നീ തന്നെ അത് ലൈറ്റനായി പറഞ്ഞു. ഇത്രയും സീരിയസ് ആയിട്ട് അലിഗേഷൻ പറഞ്ഞിട്ട് നീ തന്നെ പറഞ്ഞു ഒരു മാപ്പ് പറഞ്ഞാൽ തീരും. അപ്പോൾ ഒരു മാപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. പകരം മാപ്പിന്റെ കൂടെ നിങ്ങൾക്കൊരു ഗോപ്പ്, അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ച വഞ്ചനയാണ് ഇത്. നിങ്ങൾ ഇതിനകത്ത് ചെയ്ത വഞ്ചന എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആൾക്കാർക്ക് നിങ്ങൾ നെറ്റിയടിയാണ് കൊടുത്തിട്ടുള്ളത്. ഷിഹാബിനെ ട്രെയിൻ ചെയ്യിച്ച് 2 മാസക്കാലം മെനക്കെട്ട് ട്രെയിൻ ചെയ്യിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അവൻ തത്തല കുത്തല കളിക്കുന്നത്. ഇപ്പൊ എന്നോട് പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് 1 അവർ ഇങ്ങനെ സ്പീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കും. നമ്മളുടെ ഉള്ളിൽ നിന്ന് അതിനെപ്പറ്റി ഒരു നിരൂപണം ഉണ്ടാകും, അതിനെപ്പറ്റി ഒരു അനലൈസ് നമ്മൾ കൃത്യമായി ചെയ്യും. ദെൻ കുറച്ചുകൂടെ ന്യൂസുകൾ അവിടുന്ന് ഇവിടുന്ന് എടുക്കും, കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കും. എന്നിട്ടാണ് ഞാൻ അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് പതർച്ച വരത്തില്ല. പതറാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. പതറിയാൽ, ഞാൻ പതറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ആ വിഷയം എന്നെ കൊണ്ട് ആരും പറയിക്കുന്നതാണ്. തീർച്ചയായിട്ടും പതർച്ചയില്ലാതെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കി പറയുന്ന കാര്യമാണ്. പ്ലീസ് ബി സേഫ്, വാച്ച് എവറി സ്റ്റെപ്പ് ബിക്കോസ് ആൾ വൂഫ്സ് വാണ്ട്സ് യുവർ സൈലൻസ്. എക്സാക്ട്ലി. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയധികം ബാഡ് കമന്റ്സ് വരുന്നുണ്ടല്ലോ മറ്റേ നിങ്ങളുടെ ഇതെടുത്ത് ചെയ്യുമ്പോൾ, വൈ? അതെന്താ പറയുക? നിങ്ങൾ പറയുന്ന റെലവൻറ്റ് ടോപ്പിക്കായിട്ടും ഇത്രയും ബാഡ് കമന്റ്സ് വരുന്നു. ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് എനിക്കെതിരെ നിൽക്കുന്നത്? കില്ലാടി വീരൻ ബഷീർ ബഷി, ഖാദർ കരിപ്പൊടി, സായി കൃഷ്ണ, ഇപ്പോൾ സുനിതയും കൂടെ എനിക്ക് ഒപ്പോസിഷൻ ആകും. കാരണം സുനിതയ്ക്ക് ഇതിനകത്ത് കൈയുണ്ടെന്നുള്ള കൃത്യമായ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവച്ചത്. സായി കൃഷ്ണയുമായി സുനിതയ്ക്ക് ബന്ധമുണ്ടോ ഇല്ലെന്ന് സുനിതയാണ് പറയേണ്ടത്. കാരണം സുനിത ദേവദാസിന്റെ പേര് കൃത്യമായി അവൻ പറയുന്നുണ്ട്. അതൊന്നും കൂടെ വേണമെങ്കിൽ ഞാൻ കേൾക്കാം. അപ്പോൾ കിക്ക് എന്ന സംഘടന ഇതിലൂടെ വളർത്താനുള്ള പരിപാടിയാണ് ഇവന്മാർ ചെയ്തത്. അത് ഖാദർ ബാക്കിൽ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവർക്ക് ഈ സംഘടനയിലേക്ക് ചേരുന്നവർക്ക് 10,000 രൂപ കൊടുത്താൽ സംഘടനയിൽ ചേരാമെന്നാണ് ഇവരുടെ ഒരിത്. അപ്പൊ സംഘടനയിൽ ചേരാൻ ആളുകൾ കിട്ടാത്തപ്പം
ഈ രീതിയിൽ ഞങ്ങൾക്കൊരു സ്ട്രോങ് ടീമുണ്ട്, ഞങ്ങളെ പിണക്കിയാൽ നിങ്ങളെ ഞങ്ങൾ വലിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈസി മണിക്ക് വേണ്ടി ഇവർ കണ്ടെത്തിയ ഒരൊറ്റ സൊല്യൂഷൻ ഇതാണ്. അപ്കമിങ് ആയിട്ട് വരുന്ന എല്ലാ എനിക്കെതിരെ വീഡിയോ ചെയ്ത കുറേ അധികം പിള്ളേരുണ്ട് നന്നായി വിമർശിക്കുന്നവർ. നിങ്ങളെപ്പോലെ ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ അവരെ കൂടെ നിർത്തി അവർ ചെയ്ത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് എന്നെയാണ് അവർ ചവിട്ടി താഴ്ത്തതെങ്കിൽ നാളെ നിങ്ങളെയും ചെയ്യും. അവരെക്കാൾ നന്നായി ശബ്ദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഉറപ്പിച്ചോ നിങ്ങളുടെ പതനം അവർ ചെയ്യും. അത് സൂപ്പറായിട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. തർക്കബുദ്ധിയോടോ നീ വാ, ബാക്കിയും കൂടെ ഞാൻ കൊണ്ടുവന്നിടാം. നീ തന്നെ നിന്റെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ റെക്കോർഡിങ്. കേട്ട് അന്തം വിട്ടിരിക്കല്ലേ, കേട്ട് നോക്ക് എടുത്തു വെച്ച്. ഇത് മുതുകാട് വിഷയം മാത്രമാണ്. കമ്മിങ് ഡേയ്സിൽ മുതുകാട് വിഷയത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഓഡിയോസ് ഞാൻ പുറത്തു വിടും. എനിക്ക് ഈ പേര് മറന്നു പോകും, സൈന സൗത്ത് പ്ലസിന്റെ ആൻസറും വേണം, ഇപ്പോ സുനിത ദേവദാസിന്റെ ആൻസറും വേണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വിഷയം ഞാൻ കൊണ്ടുവന്ന് തരാം. സായി ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് റോൾ എന്താണെന്നും സായി എത്രത്തോളം ക്രിമിനൽ ആണെന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമാകും. മുതുകാട് എന്ന വ്യക്തിയെ തീർത്ത് കെട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം, മുതുകാടിനെ പേടിപ്പിക്കുക. അയാളെ പൊതുസമൂഹത്തിന് ഇനി എത്ര കഷ്ടപ്പെടും, ഈ പറഞ്ഞതിലൊന്നിലും കഴമ്പില്ലെങ്കിൽ ആ മനുഷ്യൻ ഇനി എത്ര കഷ്ടപ്പെടും ഈ പേരൊന്നും മാറ്റാൻ. എല്ലാവരും എന്നും യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുവാണോ? എല്ലാവരും എന്നും ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുവാണോ? ഒൺസ് അയാളുടെ പേര് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു കിട്ടുമോ? അയാൾക്കുമില്ലേ ഒരു കുടുംബം, കുട്ടികളില്ലേ? അയാളുടെ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നം എത്ര ഭയാനകമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തിയെ അപ്പുറത്ത് കിട്ടിയാൽ പിച്ചി മാന്തി കീറി കൊല അങ്ങ് വിളിക്കും. എന്തൊക്കെ ഇപ്പൊ ഞാൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. എന്തൊക്കെയാണ് ഇവറ്റകൾ പറഞ്ഞത്? എൻ്റെ വിവാഹബന്ധം, വിവാഹേതര ബന്ധം, എൻ്റെ കുഞ്ഞുങ്ങളുടെ മോശം, എൻ്റെ കുട്ടികളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, അങ്ങനെ തുടങ്ങി എൻ്റെ കുഞ്ഞിനെപ്പനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതി. ഞാൻ പറഞ്ഞതെല്ലാം തെളിവ് വെച്ചിട്ടാണ്. അത് ആരുടെ വിഷയമായിരുന്നാലും കൃത്യമായ തെളിവ് വെച്ചാ പറഞ്ഞേ. ആ തെളിവിന് തെളിവ് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരിക്കും. അതേസമയം തെളിവിന് പകരം തെളിവ് കൊണ്ടുവയ്ക്കാതെ ഞാൻ എന്ന വ്യക്തിയെ ഹത്യ ചെയ്യുന്ന രീതിയിൽ അത്രയധികം തീവ്രമായ അറ്റാക്കാണ് നടത്തിയത്. കൂടെ നിന്ന വൃത്തികെട്ടവരെ എല്ലാം എൻ്റെ അടുത്തേക്ക്, അതായത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. റീസെന്റ്ലി എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന കുറെ പേരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എൻ്റെ ഒപ്പം വന്ന് നിന്നത് പർപ്പസ്ലി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യവുമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് എൻ്റെ ഒപ്പം നിന്ന്, എനിക്കറിയില്ല ഇവിടെ ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. എൻ്റെ വീട്ടിനകത്ത് 9 ദിവസം ഉണ്ടായിരുന്നു, അത് ഇനി എന്താകുമെന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, മുതുകാടിനെ പോലൊരു വ്യക്തിയെ ആക്രമിക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ ഞാനൊക്കെ എമ്മാത്രം ഒന്ന് ആലോചിച്ച് നോക്കാം. നിസ്സാരവൽക്കരിക്കുന്ന കാര്യമല്ല ഇത്. ഞാനൊക്കെ എമ്മാത്രമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയില്ല ഈ ചാനൽ നിൽക്കുമെന്നും എനിക്കറിയത്തില്ല. ദയവ് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് തെളിവാണ്. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മരണമൊഴിയായിട്ട് നിങ്ങൾ ഇത് എടുക്കുക. നിർബന്ധമായി ഒരു കാര്യം പറയാം, ഈ മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലാതാക്കാൻ, അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ നടത്തിയ കുൽസിത പരിശ്രമം മാത്രമാണിതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ, ആ അമ്മമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജെനുവിനാണ് എങ്കിൽ അവർ പോയി കയറിയ മേഖല തെറ്റായതാണ്. ഒന്നുകിൽ ആ അമ്മമാർ കൃത്യമാണ് എങ്കിൽ അവരത് തനിയെ പറയട്ടെ. സുനിത പ്രിപ്പയർ ചെയ്ത് അവരെ പ്ലാൻ ചെയ്യിച്ച് കൊണ്ടുവന്ന് ചെയ്യിച്ചതാണെന്നാണ് സായി പറയുന്നത്. സായി പറയുന്നത് കൃത്യമാണ് എങ്കിൽ, സുനിത അത് അംഗീകരിക്കുന്നെങ്കിൽ ഈ സുനിത ചെയ്തത് മുഴുക്ക ഫേക്കാണ്. അവിടെ വന്നിരുന്ന് സംസാരിച്ചതൊക്കെ തന്നെ കള്ളക്കൂട്ടങ്ങളാണ്. അപ്പോ നമ്മൾ മുതുകാട് പറഞ്ഞതിനകത്ത് കഴമ്പുണ്ടെന്ന് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം മുതുകാട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതെ കുറെ പേർ എന്നോട് അസൂയ പേർത്ത് ഇത് ചെയ്യുന്നുണ്ടെന്ന്. അവരെ എക്സിക്യൂട്ട് ചെയ്ത് ചേർത്ത് നിർത്തി 2 മാസത്തോളം ബ്രെയിൻ വാഷ് ചെയ്തു, അവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യിച്ചു എന്നാണ് സായി പറയുന്നത്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്.
ലേറ്റ് നൈറ്റായിട്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് നേരത്തെ വന്ന് ഇത് ചെയ്യുന്നത്. ബിക്കോസ് അത് മാത്രമല്ല, എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് എന്നെ കാണാൻ 7:30 വരുന്നവർക്കൊരു ടൈം പോക്കാണ്, അത് പൊഴുതുപോക്കാണ്. അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അതിനകത്ത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പം വന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. നാളെ കഴിഞ്ഞിട്ട് ഈ പോക്സോ കേസിനെ പറ്റി ഞാൻ പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നല്ലേ പറയണം. ഞാൻ പയ്യന്മാരെയല്ല പറഞ്ഞു വിടുന്നത്. ഞാൻ നേരിട്ട് പോയി അന്വേഷിക്കും. എന്താണ് നടന്നതെന്ന് ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ റിപ്പോർട്ട് കൊണ്ടുവരും. ഇനി നിങ്ങൾക്ക് ഞാൻ മുതുകാടിൻ്റെ ആ സ്ഥാപനത്തിൽ പോയി അന്വേഷണം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ പറയാം. ഞാൻ അതും ചെയ്യാം. കാരണം കഴക്കൂട്ടത്ത് തന്നെയാണ് ഈ സ്ഥാപനവും ഉള്ളത്. ഇതുവരെ എനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ ഇത് ഒരു ഫെയിമിന് വേണ്ടി ചെയ്താൽ റിപ്പീറ്റഡ്ലി പറയുന്നു, ഐ ഡോണ്ട് നീഡ് എനി ഫെയിം. പക്ഷേ ഞാൻ ആക്രമിക്കപ്പെട്ട രീതി എനിക്കറിയാം. ഞാൻ ഇതുപോലെ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ മക്കളുടെ പുണ്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത്. അല്ലെങ്കിൽ അത്രയധികം പേര് 8ഉം 10ഉം യൂട്യൂബ് ചാനലുകൾ ഉള്ളവന്മാർ വെച്ച് എന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും മോശമായി, ഇത്രയും അത് പോരാതെ കമന്റിൽ കൂടെ വന്ന് അവർ പറയുന്നുണ്ട്, നിങ്ങളെന്താ അവർക്ക് മറുപടി കൊടുക്കാത്തെ, നിങ്ങളെന്താ ഇവർക്ക് മറുപടി കൊടുക്കാത്തെ, നിങ്ങൾ അവർ പറഞ്ഞല്ലോ എന്താ മറുപടി കൊടുക്കാത്തെ, നിങ്ങൾക്ക് എന്താ മറുപടി ഇല്ലേ, അപ്പൊ അവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിച്ച് ദിവസവും എന്നെ മെന്റലി ടോർച്ചർ ചെയ്ത് കുറേശ്ശായിട്ട് എന്നെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു അനുഭവം തന്നെയായിരിക്കും മുതുകാടും അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം പൊതുസമൂഹത്തിൽ പറയും. എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുന്നവർ ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് ആക്കുന്നവരാണ്. കാരണം അവർ കർശനമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സായി പറയുന്ന കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഒരു കൂട്ടാക്രമണമായിരുന്നു. ഈ ഒരു വിഷയം അയാൾ എടുത്താൽ ചുറ്റോട് ചുറ്റും നിന്നുകൊണ്ടെടുക്കും. ഗീബൽസ്യൻ തിയറിയാണ് ഇവർ പ്രാവർത്തികമാക്കുന്നത്. ഒരു നുണ തന്നെ പലർ പറയുമ്പോൾ അതിനെ സത്യമാക്കുക എന്ന ഒരു ഗീബൽസ്യൻ തിയറി തന്നെയാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് എൻ്റെ ലിമിറ്റേഷൻസ് താണ്ടി ഞാൻ ഇത് ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ഇത് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് കോപ്പിറൈറ്റ് ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുക്കാം, വോയിസ് എടുക്കാം, ഒരു പ്രശ്നമില്ല. എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓൾ റെക്കോർഡിങ്സ് ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. നിയമവശം, അതായത് പോലീസ് അധികാരികൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാനിവിടെ ലീവ് ചെയ്യുന്നു. 7025584843 ആണ്. ആർക്ക് വേണമെങ്കിലും കോൺടാക്ട്, ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യാം. ഇത് ഒരു മാഫിയ സംഘമാണ്. റിപ്പീറ്റഡ്ലി ഞാൻ പറയുന്നു, ഇതൊരു മാഫിയ സംഘമാണ്. ഈ വിഷജന്തുക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഇന്ന് ഇത്രയും ബോൾഡായ ഞാനും ഇതിനേക്കാൾ ബോൾഡായ മുതുകാടും ഇത് ഓവർകം ചെയ്യും. ഇത് ചെയ്യാൻ സാധിക്കാത്തവർ സൂയിസൈഡ് ചെയ്ത് കളയും. കാരണം ഒരാൾക്കും ഇത്രയധികം ആക്രമണം സഹിക്കാനുള്ള ത്രാണി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. മനുഷ്യരാണ്, എപ്പോൾ വേണോലും നമ്മുടെ മനസ്സ് പിടിവിട്ടു പോകാം. ഒരു സ്റ്റേജിൽ നമ്മൾ കൈവിട്ടു പോയാൽ ഞാൻ അതിൻ്റെ വക്കിലാണ്, ഞാൻ സൂയിസൈഡിൻ്റെ വക്കിലാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. നിർബന്ധമായും ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകൂ, മറ്റുള്ളവർ കാണട്ടെ. നിർബന്ധമായി ഇത് അന്വേഷിക്കണം, അന്വേഷിച്ചേ മതിയാവും. കാരണം ഈ മാഫിയ കാരണം ജീവൻ നഷ്ടപ്പെട്ടവർ, പുറത്തിറങ്ങാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. കൃത്യമായി ന്യൂസുകളിൽ വന്ന കാര്യങ്ങൾ അന്വേഷിച്ച് FIR റിപ്പോർട്ട് വെച്ച് സംസാരിക്കുന്നത് പോലെയല്ല എയറിലേക്ക് വെടിവെക്കുന്നത്. 2 മാസത്തോളം പ്രിപ്പറേഷൻ നടത്തി എന്ന് സായി വീണ്ടും പറയണത് ഞാൻ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഒന്നും കൂടെ കേൾപ്പിക്കാം. തീർച്ചയായും കാണണം. മാജിക് പ്ലാനറ്റിൽ പോകണം. ഞാൻ നാളെ പോകാം. ഇതിൽ കള്ളം പുറത്തു വരിക തന്നെ വേണം. സൈബർ മാഫിയ തീർച്ചയായിട്ടും ചെയ്യണം, ചെയ്തേ മതിയാവും. മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതി വിരുദ്ധ പീഡനവും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് CC ആണ്. നമ്മൾ CI വിളിച്ചപ്പോഴും CI പറഞ്ഞു ഞാൻ പുതിയ ആളാ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ വന്നതിന് ശേഷം ഒരു CC വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ സ്റ്റിപ്പായി. പിന്നെ നമ്മൾ SHO വിളിച്ച സമയത്ത് SHO ഒഴിഞ്ഞു മാറി. അത് രണ്ടും ആയപ്പോ പിന്നെ നമുക്ക് ഭയങ്കര ഡൗട്ട്. ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരാളെ നേരിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അതാ നോക്കണേ. കാരണം ഇയാൾ മിണ്ടാതിരിക്കുന്നത് ഈ കേസ് പുറത്ത് ഇതൊരു സോഷ്യൽ ഈവിളാണെന്ന് ഓർത്തോ. ഇവന് ഇത്രയും കൈകളുണ്ട്, ഇത്രയും പേര് ഇവന് ഇൻഫോർമേഷൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതും ഖാദർ എന്ന് പറയുന്ന ഒരാളെ പറ്റി CI പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
തീവ്രവാദ സംഘടനയാണ് അവൻ, തീവ്രവാദിയാണ്. SI തല്ലാൻ കയറി, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അതുമാത്രമല്ല ഖാദർ തനിച്ചിരുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു ക്രിമിനലാണ്, 1000ഓളം കേസ് ഞാൻ പറഞ്ഞു, 1000ഓളം മനുഷ്യരെന്നെ വെട്ടാൻ വന്നു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കാസർഗോഡേക്ക് വാ, നിന്നെ ഞാൻ ഇവിടെ ചീവി കാണിച്ചു തരാം, നിന്നെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കും. സ്ത്രീകളെ വെച്ചൊരു സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവൻ. സ്ത്രീകളെ കൊണ്ടൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ എന്ന് പറഞ്ഞ് മോർഫ് ചെയ്ത് എൻ്റെ ചിത്രം പ്രചരിപ്പിക്കുകയാണ് ഇവര്. എന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഒരു വ്യക്തി അടങ്ങിയില്ല എങ്കിൽ അടക്കാൻ ഇവർ ചെയ്യുന്നത് ഏത് എക്സ്ട്രീമിലേക്ക് ഇവർ പോകും. എൻ്റെ മകൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഇവർ ടാർഗറ്റ് ചെയ്തേന. സീക്രട്ട് ഏജന്റ് എൻ്റെ മകനെ തല്ലും എന്ന് പറയുന്ന വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അത് മറ്റൊരാൾക്ക് സീക്രട്ട് കൊടുത്തതാണ്. എൻ്റെ പൊന്നുമോനെ തല്ലുമെന്നാണ് അവൻ പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇവൻ്റെ വോയിസ് ഞാൻ രാവിലെ ഉറക്കം എഴുന്നേക്കുന്നതിൻ്റെ ഇവൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അത് അവൻ പ്രത്യേകം പറയുന്നുണ്ട്, ഈ തള്ള ആ മകന് വേണ്ടി എന്ത് ചെയ്യും. എൻ്റെ മകനെടാ ജോലി ചെയ്താ ജീവിക്കുന്നേ, അന്തസ്സായിട്ട് അവൻ ആഹാരം കൊണ്ടുവന്ന് തരുന്നുണ്ട് ഈ പെറ്റ തള്ളയ്ക്ക്. തെറിയല്ല അവൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഒരു സ്ത്രീകളെ അപമാനിക്കത്തില്ലടാ. എൻ്റെ കുഞ്ഞിനെ നിനക്ക് തല്ലണമെന്ന് തോന്നിയെടുത്ത് നീ എന്ന മൃഗം എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എൻ്റെ കുഞ്ഞിനെയാണ് ടാർഗറ്റ് ചെയ്യണമെന്നും എനിക്കറിയാം. എൻ്റെ കൊച്ചിനെ നീ കൊല്ലുമെന്ന് എനിക്കറിയാം. നീ ഇവരെ കൂടെ ചേർന്ന് നിന്ന് എന്നെ ഒതുക്കാൻ വേണ്ടി നീ കാശ് കൊടുത്തു. നീ ആ സ്ത്രീക്ക് കാശ് കൊടുത്തത് നീ തന്നെ പറഞ്ഞു. നീ അവളെ വിളിച്ച് അലർട്ട് ചെയ്തു. നീ അവളുമായി, ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന, ഒരു സാധാരണ യൂട്യൂബറായ എന്നെ, ഞാൻ പോകുന്ന വഴിക്ക് പിന്നാലെ ഇവൻ സഞ്ചരിച്ചത് എന്തിന്? എൻ്റെ പുറകെ ഇവൻ എന്തിനു സഞ്ചരിച്ചു? ഞാൻ ഒരാളെ പോയി മീറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടാൽ ആ വ്യക്തിയെ വിളിച്ച് ഇവൻ എന്തിന് പറയണം ഞാൻ അവളുമായിട്ട് ചേരരുത്, അല്ലെങ്കിൽ അവൾ എന്നെ പേടിക്കണമെന്ന്? 58 മിനിറ്റ് വീഡിയോ അവൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവൾ പറയുന്നു, ഞാൻ കാറ് കയറ്റി കൊല്ലുമെന്ന്. അവളെ കാല് സ്വാധീനമില്ലാത്ത ഞാൻ കാറ് കയറ്റി കൊല്ലുമെന്നാണ് അവൾ പറയുന്നത്. എനിക്കെതിരെ കേസുകൾ എടുപ്പിക്കുകയാണ്. എനിക്കെതിരെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കേസിന് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എനിക്കത് എടുത്ത് ദൂരെ കളയാൻ പറ്റും. പക്ഷേ ഓർത്തു നോക്കൂ, ഇവിടെ എനിക്ക് ജാസ്മിന്റെ വിഷയത്തിൽ ഒരാൾ വന്നിട്ട് ആ പോലീസുകാരൻ പറഞ്ഞ എൻ്റെ റെക്കോർഡുണ്ട്. എന്താ പോലീസുകാരൻ പറഞ്ഞത്? കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ അത് ഞാൻ എടുക്കും. പത്തനംതിട്ടയിൽ, അതായത് പുനലൂരുള്ള ഒരുത്തിക്ക് തിരുവനന്തപുരം സ്വദേശി, അതായത് പ്രത്യേകിച്ച് കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലാണ്. അവിടെ അതെടുത്തു. എത്ര ഇല്ലീഗലായിട്ട് എനിക്കെതിരെ ആക്ഷൻ നടന്നിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ കൊണ്ടുവന്ന് കാട്ടുമ്പോൾ ഞാൻ ചോദിച്ചു, തെളിവെവിടെ? അതവരുടെ കയ്യിലില്ല. കോടതിയിൽ അത് എടുക്കില്ല, തെളിവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല, തെളിവില്ല, എടുത്ത് ദൂരെ കളഞ്ഞു. അതേസമയം തെളിവുള്ള എൻ്റെ ഫോട്ടോ, ഇതുപോലെ മോർഫ് ചെയ്ത ഫോട്ടോ ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ, തെറിച്ചിയുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അവൾ അതിന്റെ ഫോട്ടോ വെച്ചിട്ട്, എൻ്റെ ഫോട്ടോ സൈഡിൽ വെച്ചിട്ട് ഇവളുടെ പെർമിഷൻ തരികയാണെങ്കിൽ ഞാനത് പബ്ലിഷ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വീഡിയോ എടുത്ത് അവളുടെ ലിങ്കിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അവളുടെ ചാനലിൽ കൊണ്ടിട്ടിരിക്കുന്നത് പോലും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പോലീസ് CMB ഇടാൻ പറഞ്ഞു വിട്ടു. ഞാൻ CMB ആണ് ഇപ്പൊ ഇടുന്നത്. CMB ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 1.5 വയസ്സുള്ള ഒരു പൊടി മോളെ എത്ര ദിവസമായി പീഡിപ്പിക്കുന്നു, എത്ര ദിവസമായി മോശം പറയുന്നു. സ്വന്തം മകളെ ജാതി അധിക്ഷേപം നടത്തുന്ന ഈ സ്ത്രീക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് മത്സരിക്കുന്നവരോടൊരു ചോദ്യം, ഞാൻ നടന്ന പാതയിൽ കൂടെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമോ? ഞാൻ അനുഭവിച്ച വേദനയിൽ കൂടെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമോ? ഞാനും എൻ്റെ 2 മക്കളും ചെയ്ത തെറ്റെന്താണ്? ഇവളെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചതോ? പണം കൊടുക്കുന്നത്, പണം വാങ്ങിക്കുന്നത് കളവാണ്, അത് കള്ളത്തരമാണ്. ആരോഗ്യമുള്ള, കാലില്ലാത്ത ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നു, സുഖമില്ലാത്ത ഞാൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ജീവിക്കുന്നു. 3-4 വർഷമായിട്ട് ഞാൻ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ജീവിക്കുന്നു. 2 കൊല്ലമേ ആയുള്ളൂ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും പഠിച്ചത് യൂട്യൂബ് കൊണ്ടല്ല. ഇത്രയധികം കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ച എനിക്ക് പെൺകുട്ടികൾ ജോലി ചെയ്യാതിരിക്കുന്ന കാണുമ്പോൾ വേദന വരും. ഞാനത് പറഞ്ഞു കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടല്ല എന്നെ ആക്രമിച്ചെന്ന് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായില്ലേ? മുതുകാടിനെതിരെ ഇവർ നീങ്ങുന്നുണ്ടായിരുന്നു. ഇതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഗ്യാലറിക്ക് വേണ്ടിയിട്ടല്ല, തെളിവുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവളാണ് ഞാൻ. ഗ്യാലറിക്ക് വേണ്ടി ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. ഗാലറി എന്ത് പറയുന്നോ മറ്റേ വശം അന്വേഷിച്ച് അതിനുവേണ്ടി വീഡിയോ ചെയ്യുന്ന എന്നെ ഒതുക്കാൻ ഇവർ കാണിച്ച ഉത്സാഹത്തിൽ നിന്ന് വ്യക്തമാണ് മുതുകാട് നേരിട്ട ഭീകരമായ സൈബർ ആക്രമണം. അദ്ദേഹം മിണ്ടാതിരുന്നത് അദ്ദേഹം നിയമപരമായി മുൻപോട്ട് പോകുന്നത് കൊണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വൃത്തങ്ങളിൽ നിന്നുള്ള ഒരു ഇൻഫോർമേഷൻ. ഞാനത് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നെ നാളെ മുതുകാട് സാറിന്റെ ആ സ്ഥാപനത്തിൽ പോയി കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും.
ഐ നോ യു ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ബട്ട് യു വിൽ വിൻ. ഓസ് മലയാളി കണ്ടോ, കൂടെ നിൽക്കുന്നവർക്കറിയാം ഇവരൊക്കെ എത്ര സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്ന് അറിയാമോ? എത്രമാത്രം ഇവരെനിക്ക് കൈ തന്നിട്ടാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരെനിക്ക് കൈ തന്നിട്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് അത്രത്തോളം ആക്രമണം ഞാൻ നേരിട്ടു. ഇതൊരു സൈബർ മാഫിയയാണ്. ഈ മാഫിയ സംഘത്തിനെ, അതുമാത്രമല്ല ഈ പറയുന്ന ജട്ടിയെ പറ്റി ഇവൻ പറയണത് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് അവൻ പറയണ എൻ്റെ ബ്രോ, എൻ്റെ ചങ്ക് ബ്രോയാണെന്ന്. എനിക്കെതിരെ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്ത ഇവനെ എതിരെ ഞാൻ കൊണ്ടുപോയി കൊടുത്ത കേസ് എടുക്കാതെ വന്ന് ഞാൻ കളക്ടർ കയറി കണ്ട് കളക്ടർ നിർദ്ദേശിച്ചിട്ട് പോലും കേസ് എടുത്തില്ല. പക്ഷേ അവസാനം ഞാൻ രണ്ടാമത് പോയി കളക്ടർ കണ്ടപ്പോൾ ആ മേഡം എന്നെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ CMB അല്ല ഡയറക്റ്റ് ഈ കേസ് എടുക്കും എന്ന് പറഞ്ഞു. കാരണം പോലീസ് എന്ന വ്യാജനെ എന്നെ വിളിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട്. ഏതൊക്കെ രീതിയിൽ ഒരു സ്ത്രീയെ മെന്റൽ ഹറാസ് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ മെന്റലി എന്തുമാത്രം ഇവർ ദ്രോഹിച്ചു നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത കണക്ക് ഇവരെന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു പറഞ്ഞത് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ അടുത്ത് ഇതിൽ നിന്ന് ഇവർ ചെയ്തത് ചട്ടുകാലി 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 എന്ന് ഈ ഓരോ വ്യക്തികളും എഴുതി വെച്ചു. അതിന് മറുപടി ഞാൻ കൊടുക്കുന്നത് മാത്രം എടുത്തു വെച്ച് നിങ്ങൾ എന്നെ വിലയിരുത്തി. ഇവർ ചെയ്ത ഭീകരത എത്ര ഭയാനകമാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ ഇന്നവരെ ഒരു തെളിവില്ലാതെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. തെളിവ് വെച്ച് മാത്രം വീഡിയോ ചെയ്ത് എന്നെ ഇല്ലാതാക്കാൻ എൻ്റെ ചാനൽ കളഞ്ഞത് മാത്രമല്ല, എന്നെ വ്യക്തിഹത്യ ചെയ്ത രീതി നിങ്ങൾ ഓർത്തു നോക്കണം. എന്തുമാത്രം ഇവരെനിക്കെതിരെ ചെയ്തു. എല്ലാവരുടെ യുണൈറ്റഡായി നിന്നുകൊണ്ട് ചെയ്തതാണ്. മുതുകാട് സാറ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കണം. നിങ്ങൾക്കൊരു നീതി വേണം. നിങ്ങളെ ഇവർ ടാർഗറ്റ് ചെയ്തതാണ്. എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ തരാം. എനിക്ക് അത്രത്തോളം പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാനിത് ആ സമയത്ത് എനിക്കിത് കിട്ടുന്ന സമയത്ത് ഞാൻ സത്യം ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നാണ് ഞാൻ എൻ്റെ മകനിക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തപ്പം അവനാണ് കേട്ടിട്ട് പറഞ്ഞത്, മമ്മ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് അവൻ പറയുന്നുണ്ട്, ഇത് മമ്മ കേട്ടിട്ട് ഒന്നും തോന്നിയില്ലെന്നാണ് അവൻ ചോദിച്ചത്. അത്രയ്ക്ക് ഞാൻ മെന്റലി ഔട്ടായിരുന്നു. ഞാൻ റിക്കവർ ആയത് എൻ്റെ കൂടെ എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരും കൂടെ നിന്നത് കൊണ്ടാണ്. ഒരു വശം മാത്രം കേട്ട് നീതി നിർവഹിക്കുന്ന ഈ യൂട്യൂബ് മാഫിയക്കെതിരെയാണ് ഞാൻ പറയുന്നത്. ഇത് നിർബന്ധമായും നിർത്തലാക്കപ്പെടേണ്ട ഒരു ആവശ്യകത ഇവിടെയുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല ചെയ്യാനുള്ള ഒരു പരിധിയല്ല. ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഹലോ, ഞാനും നിലമ്പൂരാണ്. മുതുകാട് ആരാന്നും ചെയ്ത തെറ്റും ഞങ്ങൾ മറക്കണോ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിലമ്പൂർക്കാർ പൊറുക്കില്ല. വന്നു ഒന്ന് അന്വേഷിക്കൂ അയാളെ കുറിച്ച്. ചേച്ചി, കാര്യം എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പോയി ഇരുന്ന മീഡിയം തെറ്റായി പോയി. സുനിത ഈ കാര്യം സായിയുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നിടം വരെ സായിയും സുനിതയും പ്ലാൻ ചെയ്താണ് നിങ്ങളെ കൊണ്ടത് പറയിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വേദനയുണ്ട് കേട്ടോ. അമ്മമാരോട് ആ വേദന നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ആ മാതാപിതാക്കളോട്? എന്തായാലും കാദർപ്പൊടി പറഞ്ഞത് സത്യമായിരുന്ന എന്ത്? നിങ്ങൾ ആ അമ്മമാരില്ലേ, അവർക്ക് നല്ല വേദന ഉണ്ടായിട്ടായിരിക്കും നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% എന്തോ അത് കേൾക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ഞാൻ കാദർന്ന് വന്നത് ഈ പറഞ്ഞ പിന്നെ മുതുകാടിനെതിരെ കുറെ അലിഗേഷൻസ് പറഞ്ഞ പേരൻസ് ഉണ്ടല്ലോ, അവർക്ക് വാസ്തവത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇവരെ കൂടെയാണെങ്കിൽ വിശ്വസിക്കത്തില്ല. കാരണം വ്യക്തമായി പറയുന്നു, 2 മാസം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇവനെ പബ്ലിക്കിൽ കൊണ്ടുവന്നതെന്നാ പറഞ്ഞേ. പറഞ്ഞ് പഠിപ്പിച്ച് കഷ്ടപ്പെട്ടവൻ കൊണ്ടുവന്നു. ഈ വിഷയം സുനിതയ്ക്കും അറിയാം, സുനിതാ ദേവദാസിനും അറിയാമെന്നാണ് പറയുന്നത്. ഷെഫീൻ എവിടെയെന്ന് നിൽക്കുക, നിങ്ങളെ ഭയപ്പെടുന്നവരാണ് നിങ്ങളെ കൂട്ടുകൂടി സത്യമാണത്. ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കറിയാം. ഞാൻ പറയുന്നത്, ഈ പറയുന്ന അമ്മമാര് സത്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ തനിച്ച് നിൽക്കൂ. നിങ്ങൾ ഈ സംഘടനയുടെ കൂടെ പോയി നിൽക്കരുത്. സുനിത ഇത് മാറ്റി പറയാച്ചാൽ സുനിതയ്ക്കൊപ്പം നിൽക്കരുത്. കാരണം സുനിതയും ഈ സായിയും ഒന്നിച്ചാണ് എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. അതേപോലെ തന്നെ സൈന, ആ പേര് എനിക്ക് നിൽക്കത്തില്ല,
പേര് മറന്നുപോയി, ആ പേരെനിക്കറിയത്തില്ല. പ്ലസ്, സൗത്ത് പ്ലസ്, സൈന സൗത്ത് പ്ലസ്, ആ ചാനലും ഈ പറഞ്ഞ 3 പേരും ഒന്നിച്ചാണെന്നാണ് പറയുന്നത്. പിന്നെ ഖാദർ ഡെയിലി വിളിക്കുന്ന എൻ്റെ പൊന്നു സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് കൊണ്ട് ഇടും സായി. ഇല്ലാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും സാധനം നീ അല്ല എന്ന് പറഞ്ഞാൽ ഫുൾ വോയിസ് ഞാൻ പബ്ലിക്കാക്കും. ഫുൾ വോയിസ് ഞാൻ പബ്ലിക്കാക്കും. അത് മുതുകാടെന്ന വിഷയത്തെ മാത്രമായിരിക്കില്ല അഡ്രസ്സ് ചെയ്യുക, ഫുൾ വിഷയം ഞാൻ പറയും. ഷെഫീസിസ് ആരുടെയും സ്വഭാവം എങ്ങനെയാണെന്നല്ല പറയുന്നത്, സത്യം പുറത്തു വരണം. സീക്രട്ട് ഏജന്റ് പറഞ്ഞ വോയിസ് സീരിയസ് ആയി അന്വേഷിക്കാനും അതിന് മറുപടി പറയാനും സീക്രട്ട് ഏജന്റ് ഉത്തരവാദിയാണ്. സീക്രട്ട് ഏജന്റ് മാത്രമല്ല, സീക്രട്ട് ഏജന്റ് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ആ ചാനലുമായിട്ട് ലിങ്ക്ഡ് ആണെന്നും അവർ ഇയാൾക്കെതിരെ തെളിവ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നും ആണ് പറയുന്നത്. അത് പുറത്തു വരാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ മുതുകാട് സാറിനെ കണ്ടിട്ടില്ല, എനിക്ക് മുതുകാട് എന്ന് പറയുന്ന വ്യക്തി അറിയത്തില്ല, എനിക്ക് മുതുകാടിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മൊബൈൽ ഞാൻ തരാൻ തയ്യാറാണ്. എന്നെ ഇതിനകത്താണ് എല്ലാവരും മിക്കവാറും കോൾ ചെയ്യാറ്. പിന്നെ എൻ്റെ പേഴ്സണൽ നമ്പറുണ്ട്, അതെൻ്റെ ഫാമിലി മാത്രം വിളിക്കുന്നതാണ്. 2 മൊബൈലും ഞാൻ എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ബാക്കി വോയിസ് ഒന്നും പോകാതിരിക്കാൻ ഞാനത് ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഞാനത് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണ്. കൃത്യമായ തെളിവ് വെച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കള്ളത്തരങ്ങൾ 10 പേര് പറഞ്ഞാൽ സത്യമാകില്ല. അതാണ് ഞാൻ പറഞ്ഞ ഗീബൽസൺ തിയറിയാണ് ഇവർ പ്രാക്ടിക്കലാക്കുന്നത്. ഒരു കാരണവശാലും ഇവർ പറയുന്നത് സത്യമല്ല. ഇവർ നാളിതുവരെ ആരെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ ഒക്കെ നുണയാണെന്ന് ഈ ഒരൊറ്റ വിഷയത്തിൽ കൂടെ തെളിവാണ്. സീക്രട്ട് ഏജന്റിന്റെ വോയിസ് പുറത്തുവിടും. ഞാൻ പുറത്തു വിട്ടല്ലോ. ഇത്രയും പേരെ എണ്ണച്ചട്ടിയിലിട്ട് വറുത്ത ഒരാൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. ഫുൾ റെസ്പെക്ട് സെഫീന സിസ്, താങ്ക് യു. മുതുകാട് ടീം മെനക്കെട്ട് ഇതിനെതിരെ സംസാരിക്കുക തന്നെ വേണം. നിങ്ങളുടെ മൗനവും നിങ്ങളെ പ്രതിയാക്കും. നിങ്ങളുടെ മൗനം നിങ്ങൾ വിടണം. നിങ്ങൾ ഇത്രയധികം അലിഗേഷൻസ് ഇവർ യുണൈറ്റഡായി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തീർത്ത് കെട്ടാൻ ഇവർ കാണിച്ച കുൽസിത ശ്രമം നിങ്ങളുകൂടെ മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരണം. ഷെഫീനെ ഇത്രയും തന്റെ അടുത്തോടെ നേരിടുന്ന അനീതി, കണ്ണുനീർ, പോലീസിന്റെ ക്രൂരത, അതിൽ പിണറായി വിജയനുള്ള ഉത്തരവാദിത്തം, നീതി തേടുന്ന സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? സത്യമാണ് കേട്ടോ, അതെനിക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഞാൻ, ഇത്രയും സംസാരിക്കുന്ന ഞാൻ പോലും പകച്ചു നിന്ന ഒരവസ്ഥയുണ്ട്. മുതുകാടിനെ കുറിച്ചുള്ള ഷെഫീനയുടെ അറുത്തു മുറിച്ച അഭിപ്രായം. സത്യം പറയുന്നവരെ അപരാധിയാക്കുന്ന സമൂഹം, സത്യമാണത്. സീക്രട്ട് പറഞ്ഞ വോയിസ് ഇനിയും പ്ലേ ആക്കൂ ചേച്ചി. ഓക്കെ, അത് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? രണ്ട് പോക്സോ കേസിന്റെ പിന്നാലെ പോയാൽ മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതി വിരുദ്ധ പീഡനവും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് CC ആണ്. നമ്മൾ CIനെ വിളിച്ചപ്പോഴും CI പറഞ്ഞു ഞാൻ പുതിയ ആളാ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ വന്നതിന് ശേഷം ഒരു CC വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ സ്റ്റിപ്പായി. പിന്നെ നമ്മൾ SHOനെ വിളിച്ച സമയത്ത് SHO ഒഴിഞ്ഞു മാറി. അത് രണ്ടും ആയപ്പോ പിന്നെ നമുക്ക് ഭയങ്കര ഡൗട്ട്. ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരാളെ നേരിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അതാ നോക്കണേ, കാരണം ഇയാൾ മിണ്ടാതിരിക്കുന്നത് ഈ കേസ് പുറത്ത് വരാതിരിക്കാനാണ്. 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ. അത് എന്റെയും ചോദ്യമാണ്. 4th ജംഗ്ഷൻ സൈന സൗത്ത് പ്ലസിലുള്ള ആരാണ് സീക്രട്ട് ഏജന്റിന് വീഡിയോ എടുത്ത് നൽകിയത്? പുള്ളി പറയുന്നത് ഫുൾ ആൾക്കാരെന്നല്ലേ, മൊത്തം പേരെന്നല്ലേ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നിങ്ങളൊന്ന് സംസാരിച്ചാൽ, കാരണം അറിയാലോ എനിക്ക് ഈ മുതുകാട് ഇഷ്യൂ ഉള്ളപ്പോ ഈ ചാനലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മുതുകാടിന് ഭയങ്കര ഒരു കിട്ടി. കാരണം മുതുകാടിന്റെ ആവശ്യം തന്നെ ഞാൻ സൈന പ്ലസിന്റെ ആങ്കർ അടക്കമുള്ള ടീം എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവര് മുതുകാടിന്റെ അവിടെ പോയി ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ പോയി അമ്മമാരെ. അവര് വേറെ കുറെ ഫുട്ടേജ് അവിടെ എടുത്തിട്ടുണ്ട്.
പക്ഷെ അത് എനിക്ക് മാത്രമേ അവർ കണ്ടു ചെയ്തുള്ളൂ. അത് വീഡിയോനകത്ത് അവർ മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം ഇട്ടിട്ടുള്ളത്. പക്ഷെ ബേസിക്കലി അവർ പോവാൻ കാരണം ഞാൻ അവരെ ഇന്റൻഷനലി നിങ്ങൾ പോന്ന് പറഞ്ഞു വിട്ടതാണ്. ആ ടൈമില് അവിടുന്ന് അവര് മുതുകാടിനോട് അവർ ക്യാമറ ഓണാക്കി മുതുകാട് സംസാരിക്കില്ല. സംസാരിച്ച സമയത്ത് മുതുകാട് പറഞ്ഞ കേസാണ് സീക്രട്ട് ഏജന്റ് ഷിഹാബ് മലയത്ത്. ഈ 3 പേര് അങ്ങേക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ടൈം വരും, അങ്ങനെ ആ ടൈമിലിട്ട് പൊട്ടും. ചേച്ചി മാജിക് പ്ലാനറ്റിൽ വരൂ. തീർച്ചയായിട്ടും വരാം പ്രിൻസ്, എല്ലാം വ്യക്തമാക്കും. സീക്രട്ട് ആൻഡ് സുനിത നിയമത്തിന്റെ മുന്നിൽ വരണം. കറക്റ്റാണ്. ഇത് വൃത്തികെട്ടൊരു ഫോമാണ് ഈ ചെയ്തിട്ടുള്ളത്. വിടരുത്. കാരണം ഇതൊരു സോഷ്യൽ ഈവിളാണ്. ഇത് തന്നെയാണ് സഹോ ഞാനും പറയുന്നത്. അവർ നിലനിന്ന് പോകാൻ പാടില്ല. അത് സമൂഹം മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. ഇതൊരു ഗ്യാങ് ആണ്. ഇവന്റെയൊക്കെ മുഖം മൂടി പുറത്തു കൊണ്ടുവരണം. സോഷ്യൽ മീഡിയയിലെ പക്കാ ഗുണ്ടകൾ. സത്യം, നിങ്ങൾ പവർ കണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യം. കൂടെ നിന്നെന്ന് പറഞ്ഞ് അഭിനയിച്ച് കൂടെ നിന്നിട്ട് കോംപ്രമൈസ് ചെയ്ത് എങ്ങനെയും അവരെ കൂടെ നിർത്താം. അതായത് ചാനൽ പോകാതിരിക്കാൻ പലരും ഇവരെ കൂടെ പോയി നിൽക്കും. എന്നെ അതിന് കിട്ടിയില്ല. ഇവർക്ക് എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞിട്ട് ചാനൽ തിരിച്ചു തരാം എന്നിട്ട് ഞാൻ പിന്നെ സോറി പറഞ്ഞ് ഇവരുടെ കാല് നക്കി നിൽക്കണം. ആ പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. നിങ്ങൾ എല്ലാവരും പറഞ്ഞില്ലേ ചാനൽ തിരിച്ച് കിട്ടട്ടെ ചേച്ചി, കോംപ്രമൈസ് ചെയ്യുന്നു. ഞാൻ കോംപ്രമൈസ് ചെയ്യാതെ നിന്നത് അതുകൊണ്ടാണ്. ഞാൻ പിന്നെ ഇവരുടെ വാലാട്ടിപ്പട്ടിയാകണം. എനിക്ക് അങ്ങനെ ചാനൽ വേണ്ട. എന്നെ കാണുന്ന 5 പേര് മതി, എനിക്കത് മതി. എനിക്ക് അങ്ങനെ ഇവരുടെ വാലാട്ടിപ്പട്ടിയായി നിന്നുകൊണ്ട് എനിക്ക് ചാനൽ വേണ്ട. ഇത് സോഷ്യൽ ഈവിളല്ല, മാഫിയ സംഘം. ഇവനൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഇതുപോലെ കൊണ്ടുവരണം. വെറും പണം മാത്രം. ഷിഹാബിനെ ട്രെയിൻ ചെയ്യിച്ചു സായിയും കൂട്ടരും ഇറക്കിയതുപോലെയാണ് അമ്മമാരെ ഇറക്കിയത്. അത് ഡൗട്ടാണ്, അത് സംശയമാണ്. ആ അമ്മമാർക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ പോലും ദ്രോഹിക്കുന്ന രീതിയിലാണ് ഈ കളി കളിച്ചിരിക്കുന്നത്. അവരെ പോലും ഇവരിങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ അമ്മമാര് പറയുന്നത് ക്രെഡിബിലിറ്റി ഉള്ള സാധനമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 മാസത്തെ പ്രിപ്പറേഷൻ മുതുകാടിനെ അടിക്കാൻ ഇവരെടുത്തു. സുനിത കണ്ടിന്യൂസ്ലി ഒരു 2 വീക്സോളം ഇത് തന്നെ ചെയ്തുകൊണ്ട്, വേറെ സബ്ജക്റ്റേ ഇല്ലാത്തത് കണക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് നല്ല പ്ലാനഡ് ഓപ്പറേഷൻ ആയിരുന്നു. നല്ല പൈസ അടിച്ചു മാറ്റാനുള്ള കളിയായിരുന്നു. അത് പൊളിഞ്ഞു. ഷെഫി ചേച്ചി ഡോണ്ട് ക്രൈ പ്ലീസ്. കണ്ണീര് വന്നതല്ല, ഞാൻ വേദനകൾ ഉണ്ടായിരുന്നോ. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ അതറിയാം. ഇപ്പൊ കരഞ്ഞ ഇപ്പൊ അപ്പുറത്ത് അവള് കരഞ്ഞു അതല്ല, നമ്മൾക്ക് ബോഡിക്ക് പെയിൻ ഉണ്ട്. കാല് വയ്യ, ആർത്രൈറ്റീസിന്റെ സിവിയർ വശമാണ്. നടക്കുമ്പോഴൊക്കെ പെയിൻ ഉണ്ട്. ആ പെയിൻ ഒക്കെ സഹിച്ച് ഞാൻ വിൻ ചെയ്തു. എന്നെ പറഞ്ഞവർക്കെതിരെ എല്ലാം കേസ് എടുപ്പിച്ചിട്ടുണ്ട്. ഒരാളെയും വെറുതെ വിട്ടിട്ടില്ല. ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അത്രയും പൈസ ചെലവാക്കി, അത്രയും മെനക്കിട്ടു. എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം നിന്നു. ഞാൻ ഒരാളെയും വിട്ടിട്ടില്ല. ഞാൻ കൊണ്ടേ കയറുള്ളൂ. ഞാൻ പ്രോമിസ് ചെയ്തതാണ്. ഞാൻ കൊണ്ടേ കയറുള്ളൂ. ഞാൻ എന്തുകൊണ്ട് എൻ്റെ പഴയ ചാനലിലെ വീഡിയോസ് ഇവിടെ കൊണ്ടുവന്നിടുന്നില്ല? അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഈ ചാനൽ നിൽക്കണം. എൻ്റെ ശബ്ദം കേൾക്കണം നിങ്ങൾ. അതെൻ്റെ വാശിയാണ്. എന്തോ ഏതോ പിന്നെ നിലമ്പൂർ സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും കേസ് ശരിയാണോ എന്ന്. നിലമ്പൂർ സ്റ്റേഷനിലല്ലോ അവൻ പറഞ്ഞത്. കോഴിക്കോട് കഴക്കൂട്ടോന്നല്ലേടാ, നിലമ്പൂരിൽ നിന്നാണോടാ പറഞ്ഞത്? കഴക്കൂട്ടോന്നല്ലേ അവൻ പറഞ്ഞത്? കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ കഴക്കൂട്ടത്തിലേടാ പോയി അന്വേഷിക്കേണ്ടത്. അദ്ദേഹം ഏത് കുട്ടീനെ കയറി അങ്ങനെ ചെയ്തു? എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് ഒരു കുഞ്ഞിനെ ഇത് ചെയ്തു എന്ന്. പോക്സോ കേസ് എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട ഒരു ഈ കേസ്, അതായത് ഈ പോക്സോ സെക്ഷൻ മോശമായിട്ട് എടുക്കുന്നവർ, അതിനെ മിസ്യൂസ് ചെയ്യുന്നവരെയും പോലീസ് പിടിക്കണം. അവരാണ് ഇതിനെ മിസ്യൂസ് ആണ് ചെയ്യുന്നത്. ഇത് എത്ര നല്ലൊരു സാധനമാണെന്ന് അറിയാമോ? കുട്ടികൾക്കെതിരെ നടക്കുന്ന സെക്ഷൽ അബ്യൂസിന് ആയിട്ടുള്ള ഒരു സംഗതിയെ എത്ര മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ കൂട്ടു നിൽക്കുന്ന പോലീസുകാരെയും ഇത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സിസ്റ്റർ, സ്വന്തം നാട്ടിൽ നിന്ന് നമ്മുടെ നിയമങ്ങൾ ഇതെന്താ ഇങ്ങനെ? ഒരു പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ നാട്ടിലെ ക്രൂരന്മാരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സത്യം, ഞാനും പ്രവാസിയായിരുന്നല്ലോ. എൻ്റെ പ്രവാസത്തിനെ പരെ അവർ പോക്കർത്തരം പറഞ്ഞു. 22 വർഷത്തെ എൻ്റെ പ്രവാസം, അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ശരീരം വിറ്റ് നിൽക്കുന്നത്. ഇത് പറഞ്ഞത് വളിരാജാണ്. വളിരാജിന്റെ സഹോദരി ദുബായിലാണ്. അവന്റെ സഹോദരി എന്ത് ചെയ്യുന്നു അതേ ഞാൻ ചെയ്തു എന്നാണ് അവൻ പറഞ്ഞത്. അല്ല ചേച്ചി, ഫസ്റ്റ് കേസ് പോക്സോ കേസിന് എന്നോട് പറഞ്ഞ കാര്യമാണ് സഹോ ഞാൻ പറയുന്നത്. ഞാൻ മധുകാടിനെ കണ്ടിട്ടില്ല, ബാക്കിയുള്ള വിഷയങ്ങൾ എനിക്ക് അറിയത്തില്ല. ഞാൻ പറയുന്നത് എന്നോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കിക്കിൽ ആരും 10,000 തരാത്തത് കൊണ്ടാണോ എങ്കിൽ മുതുകാടിനെ അത് ഞാൻ പറഞ്ഞു കേട്ടോ. അത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 10,000 രൂപ കൊടുത്താലേ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റൂ. കാശുണ്ടാക്കാം എന്ന് പറഞ്ഞ് 2 മാസം ട്രെയിനിങ് കൊടുത്ത് ഷിഹാബിനെ ഇറക്കിയത്. സത്യം അതാണ്. സോഷ്യൽ മീഡിയയിലെ മാന്യന്മാർ. സത്യം, മുതുകാടിനെതിരെയുള്ള ഒരു നിസ്സാര സംഭവമാണ് ഈ വിഷയങ്ങൾ ഇത്രയും ആക്കിയത്. എന്നിട്ട് അയാളെ പോക്സോ പ്രതിയാക്കി.
എന്ത് വലിയ കള്ളവും എന്ത് വലിയ അയാളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ പോക്സോ എന്ന് പറയുന്ന അയാളുടെ കുഞ്ഞുങ്ങൾക്കും ബാധകമല്ലേ? ആ മനുഷ്യന്റെ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? കുടുംബം നശിച്ചില്ലേ? എന്നോട് പറ, ഞാൻ സോൾവ് ചെയ്യാം. ഹായ് മാം, ഡോണ്ട് ബി ആംഗ്രി മാം. ആംഗ്രി അല്ല, കേട്ടപ്പോൾ ദേഷ്യം പറഞ്ഞതാണ്. പോക്സോ കേസ് എന്നൊരു ന്യൂസ് സ്പ്രെഡ് ആയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ പോലും മുതുകാടിനെ ഡൗട്ട് അടിച്ചു. കറക്റ്റ്, ഞാൻ വിശ്വസിച്ചു. ബട്ട് അത് ഫേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഫേക്കാണ്, 100% ഫേക്കാണ്. സത്യം പുറത്തു വരണം. 100% ഫേക്കാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് അന്വേഷണത്തിൽ തന്നെ അത് കൃത്യമായിട്ട് അത് ഫേക്കാണ്. അദ്ദേഹമാണ് വാദി. അദ്ദേഹം തൻ്റെ സ്ഥാപനത്തിന് അങ്ങനെ ഒരു ബാഡ് പേര് വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് നീതി വേണമെന്ന് അദ്ദേഹമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആദ്യ അന്വേഷണത്തിൽ അതാണ്. ഇനി നാളെ പോയി കൃത്യമായി അന്വേഷിച്ച് ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. ഇറ്റ്സ് മീ ഹൈഫ. ചേച്ചി ഡൈവോഴ്സ് ആയോ? വളരെ വളരെ റെലവൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇത്. ഇന്നത്തെ ആഗോള പ്രശ്നം ഷെഫീനെ ഡിവോഴ്സ് ആയതാണ്. അവിടെ നിന്നില്ലേ മോനെ, മമ്മി ഡിവോഴ്സ് ആയല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടി വന്ന് പറയും. മുതുകാട് ലേശം ഏകാധിപത്യം ഉണ്ടെന്നല്ലാതെ ബാക്കി നിൽക്കുന്ന ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് ആർക്കാണ് അറിയാത്തത്? മുതുകാട് ഇന്റർവ്യൂ കാണുമ്പോൾ എല്ലാം അറിയാൻ പറ്റും. കറക്റ്റ്. ഹലോ യു ബ്യൂട്ടിഫുൾ മാം, ഡിഡ് യു ആക്ടഡ് ഇൻ എനി മൂവീസ് മാം? ചേച്ചി പറ്റുമെങ്കിൽ മാജിക് പാനറ്റിൽ പോകാം. നാളെ തന്നെ ചെയ്യാം. അല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ്. ഷുഡ് ഗോ ദെയർ. നാളെ കൊച്ചിന് ലീവ് കിട്ടുമെങ്കിൽ ഞാൻ പോകും. മോൻ്റെ ലീവും കൂടെ നോക്കണം, കുട്ടിയുടെ ലീവ് നോക്കണം. ഈ ലൈവ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. മാക്സിമം പോയില്ലെങ്കിലും ഞാൻ പറഞ്ഞ ആളുകളിലെങ്കിലും എത്തിയാൽ മതി. എനിക്കങ്ങനെ ഒരുപാട് എത്തിയണമെന്നില്ല. നിങ്ങളിത് കോപ്പി എൻ്റെത് ഷെയർ ചെയ്യേണ്ട, പകരം നിങ്ങൾ ഇതിനകത്ത് മാറ്റർ മാത്രം എടുത്ത് വീഡിയോ ചെയ്യൂ പ്ലീസ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഞാൻ സ്ട്രൈക്ക് തരൂല, പേടിക്കണ്ട. ഈ വിഷയത്തിൽ ഞാൻ സ്ട്രൈക്ക് തരൂല. കുട്ടൻ എൻ്റെ മോന്. അപ്പോൾ മറുനാടൻ പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒക്കെയും പറഞ്ഞത്. അങ്ങനെയാ തോന്നുന്നു. ഈ മറുനാടൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലായ്മയായിരിക്കാം ഒരുപക്ഷെ അതിന് മറ്റൊരു ടൈം. ഞാൻ മറുനാടൻ ക്യാഷ് വാങ്ങി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ എന്തോ സത്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് ഈ ഒരു വോയിസുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ പറയണത് കേട്ട് നോക്കും നിങ്ങൾ. ഇവൻ ജീവിക്കുന്നതിനെ പേടിച്ചിട്ടാണെന്നല്ലേ ഈ പടുകള്ളം പറയണത്. കള്ളൻ എന്തൊരു കള്ളവാ ഇവൻ പറയണേ. എന്തൊരു വലിയ കള്ളത്തരവായി ഇവൻ പറയുന്നേ. ഓർത്തു നോക്കൂ, ഇവന് പുറത്തിറങ്ങാൻ പേടിയാണെന്ന്. എന്തായാലും സത്യം പുറത്തു വരട്ടെ ചേച്ചി. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴല്ലേ, ഒരു 10 വർഷം മുന്നേ മുതലേ ഇഷ്ടമല്ല. എന്താണോ അറിയില്ല. സോറി ചേച്ചി. എനിക്ക് പോവാൻ പറ്റില്ല. ഞാൻ തന്നെ സത്യം പറയാലോ, ഫ്രാങ്ക്ലി കാറിൽ തോക്കും വെച്ച് നടക്കുന്നവരാണ്. വേറെ വഴിയില്ല. പ്രശ്നം നമുക്ക് ഈ ജീവിതത്തിന്റെ കൊന്നുകളഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാ. പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് ഞാൻ അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കിയതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഷിഹാദിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് ഞാൻ ആദ്യമേ ഇതിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഷിഹാദിനോട് പറഞ്ഞതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു കാദറിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. കാരണം പാർട്ടി പരമായിട്ടൊക്കെ മാറും. പിന്നെ പൊളിറ്റിക്സ് പോവും. സത്യത്തെ ആദ്യം കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അടി കൊടുക്കേണ്ടത്. ഇങ്ങനെ കുറെ ഇത്തിക്കണ്ണികൾ വന്നിട്ടാണ് കമ്മ്യൂണിസം പോലെ നാറിയിട്ടുള്ളത്. ഇങ്ങനെ കുറെ നാറികളെ തൂക്കി തലേ വെക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന് പോലും നാണക്കേട് ഉണ്ടായിട്ടുള്ളത്. ആദ്യം അവറ്റകൾക്കാണ് അടി കൊടുക്കേണ്ടത്. പോയി വലിയ പണിയെടുത്ത് ജീവിക്കുന്നതിൽ പെണ്ണുപിള്ളി. ഇപ്പൊ തന്നെ പോവാൻ കേട്ടോടാ മുണിയ, ഇപ്പൊ തന്നെ പോവാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് പോയാ പോരാ? അതുവരെ ഒന്ന് ക്ഷമിക്കൂ നീ. അല്ല, അവര് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതിൽ വേറെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ എന്റെ ചാനലിൽ സത്യം പറഞ്ഞ 2 സ്ട്രൈക്ക് ജിനുഗോപി വന്നപ്പോ എനിക്ക് ഫസ്റ്റ് നിങ്ങളെല്ലാം മനസ്സിൽ പോയത്. എന്റെ മനസ്സിൽ ഫസ്റ്റ് പോയത് മുതുകാടാ.
കാരണം മുതുകാടിന് ഈ ചാനലിനൊക്കെ ഭയങ്കര ഹോൾഡാ. അങ്ങനെ കിട്ടിയതാണെന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചത്. നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്താ വെച്ചാ 2 പോക്സോ കേസിന്റെ പിന്നാലെ മുതുകാടിന്റെ മുതുകാട് സാറിനെ കാണാതെ മലയത്ത് ഗുരുവിനെ കാണാൻ പോയപ്പോൾ തന്നെ സായിയെ ഡബുട്ട് തോന്നിയിരുന്നു. കാരണം ആ ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ അറിയാം അതൊരു മുൻപരിചയമുള്ള പറഞ്ഞ് പഠിച്ച കാര്യങ്ങളായിരുന്നു എന്ന് തോന്നിയത്. അയാളാണ് ഇതിന്റെ ചുക്കാൻ പിടിച്ചത്. റസീനയുടെ അമ്മയ്ക്കാണ് വെട്ട്. എന്തുവാ റെജി ജോർജ്, എന്തുവാ ഇത്? റസീനയ്ക്ക് മുഴുവെട്ട്, അതാണ് അങ്ങനെ പറഞ്ഞത്. എന്തു പേടിച്ച് പുറത്തിറങ്ങാതെ ഷിഹാബ് എവിടെയെന്ന് നോക്കൂ. മസനഗുഡി വഴി ഊട്ടിയിലുള്ള വീഡിയോ കാണാം. അത് ഇന്നലെ എടുത്തു വെച്ച് നോക്കുമ്പോൾ മസനഗുഡി വഴി ഊട്ടി പോയിരിക്കുന്നു, കല്യാണത്തിന് പോയിരിക്കുന്നു. പേടിച്ച് ദൂരിയാ കേട്ടോ, ആളുകളെ പറ്റിക്കണ രീതിയാ. പ്രതികരിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം. 1-2 ശബ്ദങ്ങൾ അനീതികൾക്കെതിരെ ശബ്ദിച്ചാൽ പോരാ. നമ്മൾ ഭയപ്പെടാതെ നമ്മുടെ പ്രതികരണം ശക്തമായി ഉണ്ടാകണം. പവർ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ചേർന്ന് നിന്നതിനെതിരെ ശബ്ദിക്കണം. ബാക്കി ഒരു സബ്ജക്റ്റ് എടുത്തില്ലെങ്കിൽ ഈ വിഷയം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ പറയണം. ചെറിയ ചാനലോ വലിയ ചാനലോ ഭേദമില്ലാതെ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഇനി ഇവന്മാർ സ്ട്രൈക്ക് തന്നാൽ സ്ട്രൈക്ക് ബാക്ക് ചെയ്യുക, വിട്ടുകൊടുക്കരുത്. അവന്മാർക്ക് എന്ത് ചെയ്യാമോ അത് തിരിച്ച് നിങ്ങളും ചെയ്യുക. സംസാരം കൊണ്ട് അയാൾ ആരെയും വശത്താക്കും, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. എൻ്റെ ഫാമിലിക്കൊക്കെ മുതുകാടിനെ ഇഷ്ടമാണ്, വീഡിയോ കണ്ടാലും. മറുനാടൻ ഇവിടെ വന്ന് എല്ലാം പഠിച്ചിട്ട് ആണ് വീഡിയോ ചെയ്തത്. ഓക്കെ. പ്രിൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ആളാണോ? ഓക്കെ. നിങ്ങളിത് പ്രതികരിക്കണമെന്നേ, നിങ്ങളിത് സൈലന്റ് ആയിട്ട് വെച്ചോണ്ടിരിക്കരുത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നാളെ നിങ്ങളെ വന്ന് കാണുന്നുണ്ടാകും. ബട്ട് ഇത് നിങ്ങൾ മിണ്ടാതിരിക്കെ പൊതുസമൂഹത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പറയണം, തീർച്ചയായിട്ടും പറയണം. 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതി വിരുദ്ധ കേസും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് CC ആണ്. നമ്മൾ CIനെ വിളിച്ചപ്പോഴും CI പറഞ്ഞു ഞാൻ പുതിയ ആളാ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ വന്നതിന് ശേഷം ഒരു CC വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ സ്കിപ്പായി. പിന്നെ നമ്മൾ SHOനെ വിളിച്ച സമയത്ത് SHO ഒഴിഞ്ഞു മാറി. അതിനെന്തോ ആയപ്പോ പിന്നെ നമുക്ക് ഭയങ്കര ഡൗട്ട്. ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരാളെ നേരിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അതാ നോക്കണേ, കാരണം ഇയാൾ മിണ്ടാതിരിക്കുന്നത് ഈ കേസ് പുറത്ത് വരാതിരിക്കാനാണ്. അതാണ് ഞാനും ചോദിച്ചത്. ഇത്രയും പേര് ആക്രമിച്ചിട്ട് ഇയാൾ വായ തുറക്കുന്നില്ല. അതെ, കാരണം അയാൾ വായ തുറക്കാത്ത എന്താ ഞാൻ എങ്ങനെ കൺവിൻസ് ആവുന്ന നിങ്ങൾ കണ്ടോ? ഞാൻ കൺവിൻസ് ആകുന്ന രീതി അവൻ സംസാരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മളും വീഡിയോ ചെയ്യുന്നത്. അത് ഓർത്തുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരുടെ ഫെയിം നശിപ്പിക്കുക, കരിയർ എൻഡാക്കുക, കൂട്ടത്തോടെ വീഡിയോ ഇട്ട് മെന്റലി ഡൗൺ ആക്കുക. ഇതാണ് ഈ സൈബർ ഗ്യാങ്ങിന്റെ സ്ട്രാറ്റജി. ഇത് നിർത്തലാക്കാൻ അവരെ കയ്യിൽ നിന്ന് പേയ്മെന്റ് വാങ്ങുക. പൃഥ്വിരാജ് പോലുള്ള ആൾക്കാർ അതിനെതിരെ ആക്ട് ചെയ്തപ്പോഴത്തേക്ക് അവന്മാർക്ക് നല്ല നെറ്റിയടി കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇല്ല അത് ഞാനിനി വായിക്കത്തില്ല. 4th ജംഗ്ഷൻ അത് വായിക്കത്തില്ല. അത് ഡൈവേർട്ട് ചെയ്ത് വേറെ ഇതിൽ കൊണ്ടുപോകുന്ന പ്ലാനിങ് ആണ്. അത് ഞാൻ വായിക്കത്തില്ല. ദിസ് ഈസ് മുതുകാട് സീക്രട്ട് ഷിഹാബ് ഇഷ്യൂ, ഡോണ്ട് ബ്രിങ്. നോ. ഇതൊക്കെ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ഇഷ്യൂ. പിന്നെ അയാളെ അമ്മമാരെടുത്ത് അയാൾ ഈ പറഞ്ഞ സംസാരം മാറ്റി പറഞ്ഞത് മാത്രമാണ്. ഒരിക്കലും ആ സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു പോക്സോ കേസും ഒരു പ്രകൃതി വിരുദ്ധ പീഡനം ഉള്ളത് പുറം ലോകം അറിഞ്ഞിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? ആ സ്ഥാപനത്തിന് അങ്ങനെ ഒരു സാധനം ഉള്ളത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. അങ്ങനെ ചായ അങ്ങോട്ട് അറിയിക്കുകയാണത്. KM ഷാജഹാനാണ് ഈ സാധനം ആദ്യമായിട്ട് RK മലയത്തിനോട് പറയുന്നത്. പക്ഷെ ഷാജഹാൻ ആണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അയാൾക്കും ഈ സാധനത്തിൽ അങ്ങനെ കയറി ഇടപെടാൻ പറ്റില്ല. ഷാജിക്ക എന്നോട് പറഞ്ഞു അയാളുടെ കേസിൽ താൻ സംസാരിക്കണ്ട, കമ്മികൾ വിടത്തില്ല എന്ന് ഷാജിക്ക പറഞ്ഞിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു. അതാണ് എങ്ങനെയുണ്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്ത രീതി കണ്ടോ? എവിടെയാ ഒതുക്കിയെന്ന് കണ്ടോ? ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക്? ഇവൻ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കമ്മിങ് ഡേയ്സിൽ കൊണ്ടുവരാം. സോഷ്യൽ ഈവിൾ എന്ന് മാത്രമല്ല, മാഫിയ തലവനാണ് ഇവൻ. മാഫിയ തലവൻ, കില്ലാടി തീവ്രവാദി, മറ്റത് കാക്കപ്പൊടി. ഇവൻ അവൻ്റെ അസിസ്റ്റന്റ് ഗുണാണ്ടർ. മുതുകാട് ഇത്രയും കാലത്തെ ചാരിറ്റി പ്രവർത്തനം ചെയ്തത് സുതാര്യമായിട്ടാണെങ്കിൽ എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ അതാണ് വേണ്ടത്. അത് കൃത്യമായി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോഴും ആ കണക്കുകൾക്കെതിരെയും ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു കണക്കല്ല ഇവിടെ വേണ്ടത്, അവർ പറയുന്ന കുട്ടികളുടെ ഇഷ്യൂ ആണ്, നിങ്ങൾ അത് പറ എന്നാ പറഞ്ഞേ.
ഇവിടെ അങ്ങേർക്കെതിരെ പറഞ്ഞിരിക്കുന്നത് കണക്കുകളുടെ ഇഷ്യൂ അല്ല. അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് സെക്ഷുവൽ അബ്യൂസും ആ പറഞ്ഞ അമ്മമാർക്കെതിരെയുള്ള പ്രശ്നവും, അതേപോലെ അദ്ദേഹം വെറും കുഴപ്പമെന്നാ പറഞ്ഞേക്കുന്നത്. തിങ്ക്. ചേട്ടാ ചോട്ട ഇപ്പൊ സമാധാനമായില്ലേ? ഇപ്പൊ നിനക്കൊരു റിലാക്സേഷൻ ഉണ്ടായിട്ടില്ലേ? ഞാൻ നിങ്ങളുടെ പഴയ മറ്റേ കമൻസ് ഒന്നും കണ്ടില്ല കേട്ടോ. ഞാൻ കമൻസ് ഒന്നും വായിക്കുന്നില്ല. ആൻഡ് ഐ ഹാവ് മോർ എവിഡൻസ്. ഇതിന് ഒരു തീരുമാനമാകട്ടെ, ദെൻ ഐ വിൽ കം ബാക്ക് വിത്ത് ദ അതർ എവിഡൻസ്. ആദ്യം തന്നെ പറയാം, ഈ പറയുന്ന സുനിതാ ദേവദാസുമായിട്ട് ഇവന് ലിങ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സുനിതാ ദേവദാസ് അറിഞ്ഞുകൊണ്ടാണ് 2 മാസത്തെ പ്രിപ്പറേഷന് ഷിഹാബിനെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചെന്ന് പറയുന്നുണ്ട്. ഷിഹാബും മലയത്തുമാണ് ഇയാളെ വിശ്വസിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. മലയത്താണ് ഇത് ചെയ്യിച്ചതെന്നും മലയത്തിൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞത് ഷാജഹാനാണെന്നും ഒക്കെ ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് തന്നെയാണ്. വരും ദിവസങ്ങളിൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. ഇത് കണ്ട ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് മൈ വീഡിയോ, നോ ഇഷ്യൂസ്. ഞാൻ നിങ്ങൾക്ക് സ്ട്രൈക്ക് തരത്തില്ല, നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് പറയുക. കാരണം ഇതൊരു സോഷ്യൽ ഈവിളാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണമെന്നാണ് എനിക്ക്. എന്നെ തെറി വിളിക്കാൻ മാത്രം എൻ്റെ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾക്ക് ഒരു നല്ല കാര്യത്തിന് ഇത് എടുത്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ചേച്ചി ഡോണ്ട് ക്രൈ പ്ലീസ്. ഞാനിപ്പോൾ കരഞ്ഞ എപ്പാ ഡൂഡു ഡക്കു അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും അവൻ പറയും. അപ്പോൾ നമുക്കൊരു വൈൻഡപ്പ് സോങ്ങും കൂടെ പാടിയിട്ട് പോവാം. ഏണി മനപ്പൂഞ്ഞോഞ്ഞ മാമനക്ക് മഞ്ഞി മാഞ്ഞ അപ്പൊ മാഞ്ഞ അപ്പൊ മാഞ്ഞ അപ്പൊ മാഞ്ഞ. ബൈ. താങ്ക് യു. അതാരാ? അക്കു. ഞാൻ ആ കമൻറ്റ് വായിച്ചോട്ടെ. കമൻറ്റ് വിൽ ബി ഹിയർ. അത് വേറുള്ളൊരു താമസിക്കും. ഓക്കെ, വോയിസ് വിടുമോ? ഇനിയും വോയിസ് കേൾക്കണോ? ഓഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ ഇനിയും ഉണ്ടോ? നിങ്ങൾ കമൻറ്റ്സ് എഴുതിയിടുക. സോ ടുമാറോ ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ പോകണമെന്നുള്ളവർ അത് കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് പ്ലീസ് നിങ്ങൾ അവിടെ വന്ന് എന്ത് വൃത്തിയോടെ എഴുതിയിട്ടാലും നോ റിയാക്ഷൻസ് ഫ്രം മൈ സൈഡ്. ബിക്കോസ് ഇതൊരു സീരിയസ് ടോപ്പിക്കാണ്. ഇതിനകത്ത് മറ്റൊരു സുനായും കൊണ്ടുവന്ന് ഇടണ്ട. ഞാൻ എടുക്കില്ല. എൻ്റെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ നോക്കണ്ട. നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇത് എൻ്റെ വക്കീലിൻ്റെ സ്ട്രോങ് ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിന്നെയൊന്നും പേടിച്ചിട്ടല്ല. ഓക്കെ, ഇനി ഞാൻ മോങ്ങി എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ട നടുവിരൽ നമസ്കാരം.